സ്കാറ്ററിങ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, നമുക്ക് ബോധ്യപ്പെട്ടു. അടുത്തത് സ്കാറ്ററിങ്ങുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് നമുക്ക് പറയാനുള്ളത്. നിയമത്തിൻ്റെ പേര് റെയ്ലേഴ്സ് ലോ ഓഫ് സ്കാറ്ററിങ്. റെയ്ലേഴ്സ് ലോയിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത്. ഇറ്റ്സ് വെരി സിമ്പിൾ ലോ. എമൗണ്ട് ഓഫ് സ്കാറ്ററിങ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫോർത്ത് പവർ ഓഫ് വേവ് ലെങ്ത് എന്നാണ് ലോ പറയുന്നത്. എമൗണ്ട് ഓഫ് സ്കാറ്ററിങ്, ഒരു ലൈറ്റ് എത്രത്തോളം സ്കാറ്റർ ചെയ്തു, ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് സ്കാറ്ററിങ്. എമൗണ്ട് ഓഫ് സ്കാറ്ററിങ് ഈസ് ഇൻവേഴ്സ്ലി ആണ്, നമ്മൾ ഈ എടുത്തിരിക്കുന്ന സൈൻ ഡയറക്ട്ലി ആണ്, ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് 1/, സോ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി എന്നാണ് നമ്മൾ വായിക്കുക. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫോർത്ത് പവർ ഓഫ് വേവ് ലെങ്ത്. വേവ് ലെങ്ത് ഓഫ് ലൈറ്റിൻ്റെ ഫോർത്ത് പവറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഷോർട്ടർ വേവ് ലെങ്ത് ആണെങ്കിൽ എമൗണ്ട് ഓഫ് സ്കാറ്ററിങ് കൂടുതലും, ലോങ്ങർ വേവ് ലെങ്ത് ഓർ ഹയർ വേവ് ലെങ്ത് ആണെങ്കിൽ സ്കാറ്ററിങ് കുറവുമായിരിക്കും. സോ റെഡ് കളറിനെ സംബന്ധിച്ചിടത്തോളം ഹയർ വേവ് ലെങ്ത് ആണ്, ലെസ് സ്കാറ്ററിങ് ആയിരിക്കും. ബ്ലൂ ഓർ വയലറ്റ് കളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലെസ് വേവ് ലെങ്ത് ആണ്, ഹൈ സ്കാറ്ററിങ് ആയിരിക്കും. എമൗണ്ട് ഓഫ് സ്കാറ്ററിങ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫോർത്ത് പവർ ഓഫ് ലാംഡ മീൻസ് വേവ് ലെങ്ത്. റൈറ്റ്, നമ്മൾ പറഞ്ഞു റെഡിനാണ് വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ, റെഡിന് സ്കാറ്ററിങ് കുറവായിരിക്കും. ബ്ലൂ ഓർ വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്, അതിന് സ്കാറ്ററിങ് കൂടുതലായിരിക്കും. ദെൻ സ്കാറ്ററിങ് ഡിപ്പെൻഡ്സ് ഓൺ ദീസ് ടു ഫാക്ടേഴ്സ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, വി ഓൾറെഡി ഡിസ്കസ്ഡ് വേവ് ലെങ്ത്തിനെ സ്കാറ്ററിങ് ഡിപ്പെൻഡ് ചെയ്യുന്നു. ബേസ്ഡ് ഓൺ വേവ് ലെങ്ത് സ്കാറ്ററിങ് ഡിറ്റർമൈൻ ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് വേവ് ലെങ്ത്. നെക്സ്റ്റ് വൺ ഈസ് സൈസ് ഓഫ് സ്കാറ്ററിങ് പാർട്ടിക്കിൾസ്. സ്കാറ്ററിങ് പാർട്ടിക്കിളിൻ്റെ സൈസിനനുസരിച്ച് എന്ത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, എമൗണ്ട് ഓഫ് സ്കാറ്ററിങ് മാറുന്നുണ്ട്. സോ ദർ ആർ 2 ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് സ്കാറ്ററിങ്. ഫസ്റ്റ് ഫാക്ടർ വേവ് ലെങ്ത്, ലൈറ്റിൻ്റെ വേവ് ലെങ്ത്. ദെൻ സൈസ് ഓഫ് പാർട്ടിക്കിൾ ഇൻ വിച്ച് ലൈറ്റ് സ്ട്രൈക്സ്, ലൈറ്റ് ചെന്നിടിക്കുന്ന പാർട്ടിക്കിളിൻ്റെ സൈസിനെയും ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനെയുമാണ് ഈ പറയുന്ന എമൗണ്ട് ഓഫ് സ്കാറ്ററിങ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, സ്കാറ്ററിങ്ങിൻ്റെ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സൈസ് ഓഫ് സ്കാറ്ററർ വേവ് ലെങ്ത്തിനെ അപേക്ഷിച്ച് വളരെ കുറവാണെങ്കിൽ എന്ത് നടക്കുന്നു, റെയ്ലേഴ്സ് സ്കാറ്ററിങ്, നോർമലി സ്കാറ്ററിങ് നടക്കുന്നു. എങ്ങനെയാണെങ്കിൽ ആ സൈസ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾ, വാട്ടർ ഡ്രോപ്ലെറ്റ് ഓർ അതർ പാർട്ടിക്കിളിൻ്റെ സൈസ് എങ്ങനെയായിരിക്കണം, ലാംഡയേക്കാൾ വളരെ ചെറുതാണെങ്കിൽ. ഇനി നേരെ തിരിച്ച് സൈസ് ഓഫ് സ്കാറ്ററർ, ഡസ്റ്റ് പാർട്ടിക്കിൾ, വാട്ടർ ഡ്രോപ്ലെറ്റ് അങ്ങനെയുള്ള പാർട്ടിക്കിളിൻ്റെ സൈസ് ലാംഡയേക്കാൾ കൂടുതലായാൽ, വലുതായി കഴിഞ്ഞാൽ, വലിയ വാല്യൂ ആയാൽ, ഗ്രേറ്റർ ദാൻ ആയി കഴിഞ്ഞാൽ, വേവ് ലെങ്ത്തിനേക്കാൾ ഗ്രേറ്റർ ആയി കഴിഞ്ഞാൽ എല്ലാ കളേഴ്സിനും, എല്ലാ വേവ് ലെങ്ത് കളേഴ്സിനും ഓൾമോസ്റ്റ് ഈക്വൽ സ്കാറ്ററിങ് ആയിരിക്കും. ഫാക്ടറിയുടെ കാര്യം ആലോചിക്കുക. ഫാക്ടറി, അവിടെ എന്ത് പ്രത്യേകതയുണ്ട്, സ്മോക്ക് പാർട്ടിക്കിൾസ്, അതേപോലെ തന്നെ പൊല്യൂഷൻ കൂടുതലുള്ള ഏരിയ ആണ്. അവിടെ ഡസ്റ്റ് പാർട്ടിക്കിൾ, സ്മോക്ക് പാർട്ടിക്കിൾസ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. ആ പാർട്ടിക്കിളിൻ്റെ സൈസ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനേക്കാൾ കൂടുതലായിരിക്കും. സോ എല്ലാ കളേഴ്സിനും, എല്ലാ വേവ് ലെങ്ത്തിനും ഒരേ ലെവൽ ഓഫ് സ്കാറ്ററിങ് ഉണ്ടാവും. അതിന് മുകളിലുള്ള ആകാശം ഏത് നിറത്തിൽ കാണപ്പെടുന്നു, അതിന് മുകളിലുള്ള ആകാശം എല്ലാത്തിൻ്റെയും കൂടി സമന്വിത ഒരു കോമ്പോസിഷനായിട്ട് ഒരു എന്താ പറയുക, വൈറ്റ് കളറിൻ്റെ ഒരു ചാരനിറത്തിൽ കാണപ്പെടുന്നു എന്ന് നമുക്ക് പറയാം. അതിന് കാരണം ഈ ഫിനോമിന, ദ സൈസ് ഓഫ് സ്കാറ്ററർ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ വേവ് ലെങ്ത്, ദെൻ ഓൾ കളേഴ്സ് ഹാവിങ് ഈക്വൽ സ്കാറ്ററിങ്. നേരെ തിരിച്ചാണെങ്കിൽ റെയ്ലേഴ്സ് സ്കാറ്ററിങ് നടക്കും, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. അതെങ്ങനെ, റെയ്ലേഴ്സ് സ്കാറ്ററിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എമൗണ്ട് ഓഫ് സ്കാറ്ററിങ് ഡിപ്പെൻഡ്സ് ഓൺ വേവ് ലെങ്ത്. വേവ് ലെങ്ത് കുറവാണെങ്കിൽ സ്കാറ്ററിങ് കൂടുതൽ, വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ സ്കാറ്ററിങ് കുറവ്, ആ രീതിയിൽ പോവും. ഇത് റെയ്ലേഴ്സ് സ്കാറ്ററിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലോ, റെയ്ലേഴ്സ് ലോ ഒബേ ചെയ്തുകൊണ്ടുള്ള സ്കാറ്ററിങ്. ഇതിന് ആ ലോ ഒബേ ചെയ്യില്ല, എല്ലാത്തിനും ഒരേപോലെ സ്കാറ്ററിങ് റേറ്റ് ആയിരിക്കും. ഇതാണ് നമുക്ക് റെയ്ലേഴ്സ് ലോയും സ്കാറ്ററിങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം. ഈ റെയ്ലേഴ്സ് ലോയുടെ മായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ സിഗ്നൽ ലൈറ്റുകൾ ചുവപ്പായിട്ട് ഉപയോഗിക്കും. കാരണം എന്താ, റെഡ് കളറിന് വേവ് ലെങ്ത് കൂടുതലാണ്. സോ വേവ് ലെങ്ത് ഹയർ ആവുമ്പോൾ അക്കോർഡിംഗ് ടു റെയ്ലേഴ്സ് ലോ എമൗണ്ട് ഓഫ് സ്കാറ്ററിങ് കുറവായിരിക്കും.
സോ ഇറ്റ് ക്യാൻ ട്രാവൽ ലോങ് ഡിസ്റ്റൻസ് വിത്തൗട്ട് സ്കാറ്ററിങ്. അതിന് ലോങ് ഡിസ്റ്റൻസ് സ്കാറ്ററിങ് സംഭവിക്കാതെ ലോങ് ഡിസ്റ്റൻസ് പോകാൻ കഴിവുണ്ട്. ഏത് ലോയിൽ? റെയ്ലേഴ്സ് ലോ. ബിക്കോസ് റെയ്ലേഴ്സ് ലോ പ്രകാരം എമൗണ്ട് ഓഫ് സ്കാറ്ററിങ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇൻവേഴ്സ്ലി, ദാറ്റ്സ് വൈ 1/, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 4th പവർ ഓഫ് വേവ് ലെങ്ത്. വേവ് ലെങ്ത് റെഡിന് വളരെ കൂടുതലാണ്, സ്കാറ്ററിങ് വളരെ കുറവാണ്. ലോങ് ഡിസ്റ്റൻസ് വിത്തൗട്ട് മച്ച് സ്കാറ്ററിങ് ട്രാവൽ ചെയ്യാൻ കഴിയും. സോ ആസ് എ ഡ്രൈവർ നമുക്ക് കാണാൻ കഴിയണം, അകലെ നിന്ന് തന്നെ ആ റെഡ് ലൈറ്റ് നമുക്ക് കാണാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് അതിനെ നിർത്താനായിട്ട് നോക്കാം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? റെഡ് ലൈറ്റിനെ സിഗ്നൽ ലൈറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. റെഡിന് സ്കാറ്ററിങ് കുറവാണ്. ആകാശം നോക്കിക്കഴിഞ്ഞാൽ നീല കളറിൽ കാണപ്പെടുന്നു, റെയ്ലേഴ്സ് സ്കാറ്ററിങ് ആണ്. വേവ് ലെങ്ത് കുറവുള്ള ബ്ലൂ, വയലറ്റ്, ഇൻഡിഗോയൊക്കെ സ്പ്രെഡ് ചെയ്യുന്നു. അതിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ബ്ലൂ ആണെന്ന് മാത്രം. അത് നമുക്കിനി അടുത്ത ടോപ്പിക്കുകളിൽ അതിനെപ്പറ്റി പറയാനുണ്ട്. അതുപോലെ തന്നെ കടലിൻ്റെ നിറം, ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? റെയ്ലേഴ്സ് സ്കാറ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ റെയ്ലേഴ്സ് സ്കാറ്ററിങ്ങും അതല്ലാതെ വേറൊരു കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷനും നമ്മൾ പറഞ്ഞു. എപ്പോഴാണ് എല്ലാ കളറുകൾക്കും ഒരേ ലെവൽ ഓഫ് സ്കാറ്ററിങ് ഉണ്ടാവുക? ദറ്റ് കണ്ടീഷൻ ഈസ് ദിസ് വൺ. ഓക്കെ, ഇതാണ് നമുക്ക് റെയ്ലേഴ്സ് ലോയും സ്കാറ്ററിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച്